നമ്മുടെ നൈറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്ന് വൈറ്റനിങ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡാമേജൊക്കെ റിപ്പയർ ചെയ്തെടുക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ക്രീമാണ്. വൈകുന്നേരങ്ങളാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കിടക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇന്നത്തെ ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് ഗൂഗിളിൽ നിന്ന് മറ്റേ ഹെയർസെൻസിൻ്റെ പിൻ നമ്പർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ട്, ഇന്നാണ് നമുക്കത് പോസ്റ്റ് വഴിക്ക് കിട്ടിയത്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാനുള്ള പരിപാടിക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലാന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത്തിരി സമാധാനമൊക്കെ ഉണ്ട്. ഞായറാഴ്ച ഇത്തിരി കൂടുതലായിരുന്നു, ഇപ്പോൾ ആൾക്ക് കുറച്ച് സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഈ ഒരു സന്തോഷ വാർത്ത പറയുകയും ചെയ്യാം. നമുക്കൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ താടിയുടെ അവിടത്തേക്ക് ഹെയർ പോകാനൊക്കെ ആയിട്ടുള്ളത് ടിപ്സ്. അത് നാച്ചുറലായിട്ട് അതിനൊരു ടിപ്സും ഇല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെതായ മാറ്റങ്ങൾ വരുമ്പോഴാണ് കേട്ടോ അത് കൂടുതൽ നമുക്ക് വരുന്നത്. അത് നമ്മൾ നാച്ചുറൽ ടിപ്പ് ആക്കിയിട്ട് അത് പോവില്ല. നമ്മൾ മുഖത്തൊക്കെ നമുക്ക് ഹെയറൊക്കെ പോവും. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് ചിലർക്ക് ഭയങ്കര വൃത്തികേടായിട്ട്, അതിപ്പോൾ ടീനേജേഴ്സിനും അതുപോലെ ചെറുപ്പം പിള്ളേർക്കൊക്കെയാണ് കേട്ടോ അത് കൂടുതൽ വരുന്നത്. അപ്പോൾ എനിക്കത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഹെയർ റിമൂവ് ചെയ്യണതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ പക്ഷേ നമുക്ക് നമ്മുടെ വീഡിയോസിൽ കമൻ്റായിട്ട് കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഇങ്ങനെ വീഡിയോസ് തപ്പിയപ്പോൾ നമ്മളോട് ചോദിക്കുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ എനിക്കിതിനെ പറ്റി അറിവില്ല. പക്ഷേ ഞാൻ കുറച്ച് വീഡിയോസ്, കുറേ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടപ്പം അതിലവർ പറയും നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ത്രെഡിങ്, വാക്സിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ, ഷേവിങ് അതൊക്കെയാണ് കൂടുതൽ ചെയ്യുക. പിന്നെ നമ്മുടെ ഹോർമോണിൻ്റെ, അത് ഗർഭപാത്രത്തിൽ ഹോർമോണിൻ്റെ യൂട്രസിൽ ആ ഒരു ചെറിയ ചെറിയ മുഴകളുടെ ആ ഒരു ഇത് സ്ത്രീകളിൽ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പുരുഷ ഹോർമോണാണ് അത്ര ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അവർക്കാണല്ലോ താടി മീശയൊക്കെ കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പെണ്ണുങ്ങൾക്ക് അത് രോമ വളർച്ച അവിടെ കൂടുതലായിട്ട് വരണമെന്നാണ് ഞാൻ കുറച്ച് വീഡിയോസിൽ കണ്ടപ്പോൾ കുറച്ചൊക്കെ ഇരുന്ന് നോക്കിയപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ അതിന് ലേസർ ചികിത്സയാണെന്ന് ഉള്ളതുള്ളൂ. ലേസർ ചികിത്സയാണ് ഇത്ര അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ മാർഗം എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് പോകാനായിട്ട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആ ഒരു വൃത്തികേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ അപ്പോഴത്തെ ഒരു ഷേവിങ്, വാക്സിങ് ഒക്കെ നമ്മൾ ഓൾറെഡി ഞങ്ങൾ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാർ ഞാൻ എടുക്കണത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് പിന്നെ അത് മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ നാച്ചുറലായിട്ട് നമുക്ക് വേറെ ഒന്നും നമുക്കിതിന് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പലവിധ അസുഖങ്ങൾ കൊണ്ട് വരാം, എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഇത് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വാട്സപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് വോയിസ് കൊടുത്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇത് കമൻ്റായിട്ട് ഇടുമ്പോൾ എത്രത്തോളം അവർക്കത് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാനീ പറയണത് അവർ ഈ വീഡിയോ കാണുമെന്നും എനിക്കറിയില്ല കേട്ടോ. കാണുകയാണെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല, നമ്മുടെ സന്തോഷമായിട്ടൊരു വാർത്ത പറഞ്ഞു ഞാൻ. എനിക്ക് എന്ത് കിട്ടിയാലും ഞാനതെൻ്റെ കൂട്ടുകാരായിട്ടാണ് ആദ്യം ഫസ്റ്റ് ഞാൻ അവിടെ പങ്കുവയ്ക്കുന്നത് കേട്ടോ. അതിന് സെറ്റ് ചെയ്യണം നമ്മുടെ പിൻ നമ്പറൊക്കെ, അതൊക്കെ ഇനി നോക്കിയിട്ട് വേണം. ഇന്നത്തെ നമ്മുടെ ഈ പാക്കുകളൊക്കെ ഇടാൻ മടിയുള്ള ആൾക്കാർക്ക് നൈറ്റിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയെടുക്കാനും ഡാമേജൊക്കെ ഒന്ന് കളയാനും അതുപോലെ തന്നെ കരിവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ വൈകുന്നേരം നിങ്ങളത് തേച്ച് കിടക്കാൻ വേണ്ടു കേട്ടോ. നേരം വെളുക്കുമ്പോൾ അത് കഴുകി കളഞ്ഞാൽ മതി. പാക്ക് ഇട്ടിരിക്കാൻ ജോലിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ജോലി സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് നമുക്ക് തയ്യാറാക്കി കൊണ്ടുപോകാം. ഇത് കേടുവരില്ല, പുറത്തിരുന്നാൽ കേടുവരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടാണ്. അപ്പം ഞാനിവിടെ ഉരുളൻകിഴങ്ങിനെ ഗ്രേറ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞതിൻ്റെ നീരെടുക്കാൻ വേണ്ടു കേട്ടോ. ശരിക്കും നമുക്ക് ഇപ്പോഴത്തെ വെയിലിന് നമ്മുടെ മുഖമൊക്കെ നല്ല പോലെ കരിവാളിപ്പ് വരും. അപ്പോൾ നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ നീരാണ് കൂടുതലൊക്കെ ഗുണം ചെയ്യുക. ഈ ക്രീമൊക്കെ തേച്ച് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ ക്ഷീണമൊക്കെ നമ്മുടെ മാറി കിട്ടി നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് മാറും കേട്ടോ. അത് ചെയ്ത് നോക്കാം. ഒരു കിഴങ്ങിൻ്റെ ആവശ്യമില്ലുള്ളൂ. ആദ്യം പറയണത് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു മീഡിയം
എടുത്തിട്ട് നോക്കുക. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് 2 ദിവസമൊക്കെ കഴിയുമ്പോഴൊക്കെ നമ്മുടെ മുഖത്തിനുണ്ടാവുന്ന തെളിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആക്കി വെച്ചോട്ടോ. അപ്പോൾ ഒരു കിഴങ്ങൊക്കെ നീര് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്, അത്യാവശ്യം കിട്ടും. അതിങ്ങനെ വെള്ളം അടിച്ചിട്ട് മിക്സിയിലൊന്നും അടിച്ചെടുക്കണ്ട. നമുക്ക് വെറുതെ ആ ഗ്രേറ്റ് ചെയ്യണ ഇതുകൊണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഇങ്ങോട്ട് പോരും ചെയ്യും. അതിൻ്റെ നീര് കേട്ടോ ഇങ്ങനെ പിഴിയുമ്പോഴേക്കും നമുക്ക് അത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് എത്രത്തോളം നീര് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചില പാക്കിന് നമ്മളിതിൻ്റെ ഈ മുകളിലത്തെ ഇത് കളഞ്ഞിട്ട് അതിൻ്റെ അടിയിലത്തെ സ്റ്റാർച്ചാണ് എടുക്കുക. പക്ഷേ ഇതിന് നമുക്ക് എല്ലാതും ആവശ്യമുണ്ട്. ഞാനൊന്ന് കൈയൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മളിതിൻ്റെ നീരിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2-3 കൂട്ടം ഐറ്റംസും കൂടി ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുക. നമുക്ക് ഇതിൽ ചേർക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ നീരിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് പോകാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യണമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അവിടെ കൊടുത്ത് മസാജ് കൊടുക്കാം. വൈകുന്നേരം നമ്മൾ മുഖത്ത് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കണ്ണിൻ്റെ അടിയിൽ കൊടുത്തിട്ട് മസാജ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ കാപ്പിപ്പൊടി ഫേഷ്യൽ നല്ല റീച്ചായി തുടങ്ങിയിട്ടുണ്ട്. അത് ചെയ്തിട്ട് അതിൻ്റെ ഗുണം കിട്ടിയിട്ട് അതും കമൻറ്റിൽ വന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ, നമ്മളൊരാൾക്ക് ഒരു കൂട്ടം പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നല്ലൊരു ഗുണം കിട്ടിയിട്ടുള്ള കാര്യമാണ്. എനിക്ക് സന്തോഷം, അത് ചെയ്ത് കിട്ടിയവർക്ക് സന്തോഷം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പകുതിയോളം ഇടേണ്ടത്, അത്യാവശ്യം നീരുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പകുതിയോളം ഇടണുണ്ട് കേട്ടോ. ഇത് 5 രൂപയുടെ പാക്കറ്റാണേ. നമുക്ക് 2ൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് മുഴുവനും ഇടാം. കാപ്പിപ്പൊടി കുറച്ച് കൂടിയെന്ന് വെച്ചിട്ട് ഒന്നുമില്ല, നൈസ് പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. കാപ്പിപ്പൊടി വൈറ്റനിങ് കൊണ്ടുവരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന കാപ്പിപ്പൊടിയുടെ പാക്ക് ഇട്ടപ്പോൾ തന്നെ റിസൾട്ട് കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ കാപ്പിപ്പൊടിയുടെ ഗുണം എന്താണെന്നുള്ളത് കേട്ടോ. ചിലവർക്ക് കാപ്പിപ്പൊടി പറ്റാത്തേ ഉള്ളൂ. ഒരുവിധം എല്ലാവർക്കും കാപ്പിപ്പൊടി കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മുഖത്തേക്ക് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കിഴങ്ങിൻ്റെ നീര് ഒഴിച്ചു, പിന്നെ നമ്മൾ കാപ്പിപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ. ഇതൊരു 2 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിടാം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ ഗ്ലിസറിനും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഒരുപാട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഗ്ലിസറിൻ്റെ ഗുണത്തിനെ പറ്റിയിട്ട്. ഗ്ലിസറിൻ തന്നെ മുഖത്ത് തേക്കാൻ പാടില്ല, ഇതേപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തേക്കാനായിട്ട് കേട്ടോ. ഇനി ഇതെല്ലാതും കൂടിയിട്ട് നല്ല പോലെ ഇളക്കി സെറ്റാക്കി എടുക്കുക. കുറച്ച് നേരം ഇളക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് ഗുളിക വേണമെങ്കിൽ ചേർക്കാം, ഞാൻ അതിൽ ചേർക്കണില്ല. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് ഇത് ക്രീം പരുവത്തിലാക്കിയിട്ട്, ഇത് കാണില്ല എന്ന് പറയുമോ ആക്കണത്, നമ്മൾ ആ താടിയുടെ അടുത്ത ഹെയർ കളയണേൻ്റെ വീഡിയോ ഒരെണ്ണം ഒരു 1500K ഒക്കെ വന്നിട്ടുള്ളൊരു വീഡിയോ, സിമ്പിൾ പാക്ക് കേട്ടോ. കണ്ടിട്ട് നോക്കിയപ്പോൾ അത് ഫേക്കാണ്, പക്ഷെ അതിന് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ വാസലിനും നമ്മുടെ വീട്ടിലത്തെ പൊടിപ്പ് കേട്ടോ, അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് നേരം ഇട്ട് കഴിഞ്ഞിട്ട് തുടച്ച് കഴിഞ്ഞാൽ പോകുന്നതാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ അതൊരു വീഡിയോയിൽ ഒരു കുട്ടി ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് പോകണമെന്നില്ല കേട്ടോ, അതിപ്പോൾ ഫേക്കാണ്. ശരിക്കും നമ്മുടെ കറുപ്പ് വെളുപ്പ് അതല്ല കേട്ടോ കാര്യം, നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.
ശരിക്കും നമ്മുടെ കളർ എന്ന് പറയണത് നമ്മുടെ നെഞ്ചിൻ്റെ കളറാണ് നമുക്ക് മുഖത്തേക്ക് ഒറിജിനലായിട്ടുള്ളത്. പിന്നെ കരിവാളിപ്പൊക്കെ വന്ന് പുറത്തൊക്കെ പണിയെടുക്കണ, ഈ ചൂടിലൊക്കെ പണിയെടുക്കണ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരുടെ ഒക്കെ അവർക്കൊന്നും ഇതൊന്നും നോക്കിയിരിക്കാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ച മുഖത്ത് ഇടാമല്ലോ. അവർ വിചാരിക്കും പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പണിക്കല്ലേ പോണേന്ന്. ആയിക്കോട്ടെ, നമ്മുടെ സ്കിന്നിന് നാശമാവാണ്ടിരിക്കാമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ 1 ടീസ്പൂണും കൂടിയും ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണേ. കോംബോ പാക്കൊക്കെ വരുമ്പോൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ മേടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഈ വാച്ച്, ഇതും ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കറുപ്പ് വാച്ചും കിട്ടിയിട്ടുണ്ട്. 207 രൂപയായിട്ടുള്ളൂ. നല്ല അന്തസ്സായിട്ട് കെട്ടാനായിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു കൊല്ലം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ, ഒരു കൊല്ലം വേണ്ട, ഒരു 6 മാസം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് കാശ് മുതലേ. അപ്പോൾ നമ്മുടെ മുഖത്തേക്കുള്ള ക്രീം കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിരുന്ന് ഒന്നും കൂടി ലെവലാവും. അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റ് ക്രീം വൈറ്റനിങ് ക്രീമൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പുതുതായിട്ട് ഒരുപാട് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നമുക്കറിയാലോ, പെൺകുട്ടികൾക്ക് അപ്പന്മാരോട് കുറച്ച് സ്നേഹം കൂടുതലല്ലേ. അച്ഛന്മാരോടൊക്കെ ഒത്തിരി അമ്മമാരോട് ഇല്ല എന്നല്ല. എനിക്ക് എൻ്റെ അപ്പനോടാണ് കൂടുതൽ. അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ അമ്മ അങ്ങനെ എന്ത് വന്നാലും അങ്ങനെ കുലുങ്ങുന്ന ടൈപ്പ് ഒന്നല്ല. പക്ഷെ ഒരാൾ വീക്കാണെങ്കിൽ ആ വീട്ടിലത്തെ മറ്റാൾ സ്ട്രോങ് ആയിരിക്കും. അതൊരുവിധം എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ പക്ഷേ ഞായറാഴ്ച അപ്പച്ചൻ്റെ പരാക്രമം കണ്ടപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആളൊക്കെ ഇത്തിരി വിഷമത്തിലായി. പെട്ടെന്നാണ് അപ്പച്ചന് പെട്ടെന്ന് ഓക്സിജനൊക്കെ വെക്കേണ്ടി വന്നത്. ഇപ്പോഴും ഓക്സിജൻ മാറ്റിയിട്ടൊന്നുമില്ല, എന്നാലും കുറേശ്ശെ ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അണുക്കളുടെ അളവൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഡിസ്ചാർജായി വീട്ടിലെത്തിയാൽ നമുക്കൊരു സമാധാനം ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ഇതാ നമ്മുടെ ക്രീമിന് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടി ഇരുന്നുമ്പോഴേക്കും സെറ്റാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അലോവേര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.